നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനൽകുമാറിന്റെ കുടുംബം നടത്തുന്ന സമരപ്പന്തലിലാണ് ഇന്നത്തെ കവല. നഷ്ടപരിഹാരവും ജോലിയും ആവശ്യപ്പെട്ടാണ് റിലേ ധർണ നടത്തുന്നത്. സമരം 4ാം ദിവസത്തിലേക്ക് കടന്നു. സനൽകുമാർ കൊല്ലപ്പെട്ടപ്പോൾ വീട്ടിലെത്തിയ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ കുടുംബത്തിന് സാമ്പത്തിക സഹായവും ഭാര്യയ്ക്ക് ജോലിയും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ സനൽ കൊല്ലപ്പെട്ട് 1 മാസം കഴിയുമ്പോഴും ഈ വാഗ്ദാനം പാലിക്കാതെ വന്നതോടെയാണ് സനലിന്റെ കുടുംബം ഒരു പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന റിലേ ധർണ ഇന്ന് 4ാം ദിവസത്തിലേക്ക് പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ സമരപ്പന്തലിൽ സനലിന്റെ ഭാര്യയുണ്ട്, അതോടൊപ്പം മാതാവുണ്ട്, മറ്റു കുടുംബാംഗങ്ങളും ആക്ഷൻ കൗൺസിലും എല്ലാവരുമുണ്ട്. നമുക്ക് സനലിന്റെ ഭാര്യയിലേക്ക് പോകാം. ആദ്യം എന്താണ് ചേച്ചി ഒരു സമരത്തിലേക്ക് വരാനുള്ളത്? ഗവൺമെന്റ് ഭാഗത്ത് ചേട്ടൻ പോയ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നതാണ്. ഈ 1 മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുവരെയും ഗവൺമെൻറ് ഭാഗത്ത് ഞങ്ങൾക്കൊരു സഹായവും ലഭിച്ചിട്ടില്ല. ഇനി ഞങ്ങൾക്ക് ഒന്നും ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ സമരത്തിരിക്കേണ്ടി വന്നു. ഇനിയും ഗവൺമെൻറ് ഞങ്ങൾക്ക് മുമ്പിൽ കണ്ണടക്കുകയാണെങ്കിൽ എനിക്കൊന്നും ചേട്ടൻ്റെ അടുത്ത് പോവുകയെന്ന് വർത്തിയുള്ളൂ. സമരമല്ലാതെ വേറൊരു മാർഗമില്ല എന്നൊരു നിലയിലെത്തിയപ്പോൾ തന്നെയാണ് ഈ കുടുംബം ഇത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയത്. വലിയ തോതിലുള്ള ഒരു കടബാധ്യത, 23 ലക്ഷം രൂപയുടെ കടബാധ്യത ആ കുടുംബത്തിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിച്ചത്. അമ്മ, ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗമില്ല. ഞങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടിയൊന്നും വന്നില്ല. എന്താ കട 25 ലക്ഷം രൂപയുടെ കടം. കുഞ്ഞുങ്ങളെ വളർത്താനും കടം വീട്ടാനും ഒന്നിനും വേറെ ഒരു നിവർത്തിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിനിറങ്ങി. നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രയാസം ഈ ഒരു കുടുംബത്തിനുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് 4ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഈ സമരപ്പന്തലിലെത്തി ഈ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ ജനപക്ഷം MLA PC ജോർജ് സമരപ്പന്തലിലുണ്ട്. ഈ ഒരു സമരം ഇപ്പോൾ അത് 4ാം ദിവസത്തെ ധർണയാണ്. പാവപ്പെട്ട സനലിൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും അമ്മയും കൂടാണ്. ഇന്നത്തെ സമരം ഞങ്ങൾ കേരള ജനപക്ഷം ആണ് രാവിലെ മുതൽ അവർ സഹകരിക്കുന്നത്. ഓരോ ദിവസം മാറി മാറിയാണ്. ഇന്ന് കേരള ജനപക്ഷ സമരത്തിന് പിന്തുണയായിട്ട് ഇന്ന് വൈകുന്നേരം വരെ അവരോടൊപ്പം ഇരിക്കുകയാണ്. ഗവൺമെൻറ് ജോലി അവർക്ക് കൊടുക്കണം, ജീവിതമാർഗം ഉണ്ടാക്കണം. ഒരു 10 ലക്ഷം രൂപയെങ്കിലും നഷ്ടം കൊടുക്കാനുള്ള മര്യാദ കാണിക്കേണ്ടതാണ്. എന്താണോ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും അത് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ മനസ്സ് ഇങ്ങനെ, ആ ക്രൂരനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മനസ്സ് മുഖ്യമന്ത്രി വെച്ചോണ്ടിരിക്കരുത്. ഇപ്പം എനിക്ക് തോന്നുന്നു ജനങ്ങൾ സംഘടിച്ച് ഈ കുടുംബത്തെ സംരക്ഷിക്കണം. കേരള ജനപക്ഷം ഞങ്ങളുടേതായ സഹായം ഈ കുടുംബത്തിന് ചെയ്യും, ഒരു സംശയം വേണ്ട. ഇവിടെ എല്ലാ സുഹൃത്തുക്കളും നല്ല മനസാക്ഷിയുള്ളവരും ഈ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് വിനയപുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാൻ പാടില്ല. ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാകുമ്പോൾ അത് ഗവൺമെൻറ്റാണ് ഉത്തരവാദി. ആ ഗവൺമെൻറ് മാറി നിൽക്കാൻ പാടില്ല. നിയമപരമായി ഈ കുടുംബത്തെ സഹായിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് സീനിയർ വക്കീലന്മാരായിട്ട് ആലോചിച്ച് ബഹുമാനോട് ഹൈക്കോടതിയെ പോലും സമീപിക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ കുടുംബത്തിന് സഹായം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികൾ നമ്മോടൊപ്പമുണ്ട്. ഇനി അടുത്തൊരു ഘട്ടത്തിൽ ഈ ഒരു സമരം എങ്ങനെയാണ് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? നാളെ മുതൽ ഈ സമരം ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊന്നും ഈ സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ കേരളം ഒട്ടൊക്കെ ഈ സമരം വ്യാപിപ്പിക്കും. ന്യായമായ അവകാശമാണ് ഈ ഇവിടെ ആവശ്യപ്പെടുന്നത്, ജോലിയും ഇതും. അത് നേടുന്നവരെ സമരം ചെയ്യും. അതിനെ വിശാലമായിട്ടുള്ള കമ്മിറ്റി ഒന്നുകൂടി ഞങ്ങൾ കൂടുന്നുണ്ട്. സമരം ശക്തിപ്പെടുത്തും. വിജയിക്കുന്നവരെ ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. അതുതന്നെയാണ് ഈ ഒരു കുടുംബവും, സനലിൻ്റെ കുടുംബവും നമ്മോട് വ്യക്തമാക്കിയത്. നീതി ലഭിക്കുന്നതുവരെ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ആ കുടുംബം പറയുന്നത്. അതിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന നിലപാടിൽ തന്നെയാണ് ആക്ഷൻ കൗൺസിലുമുള്ളത്.